സൗത്ത് ഇന്ത്യ ബേസിക്കലി നോട്ട് ഓൺലി കേരള സൗത്ത് ഇന്ത്യയിൽ ഒരു പ്ലസ് പോയിന്റ് ഉണ്ടോ പെണ്ണുങ്ങൾക്ക് രാത്രി 3-4 മണിക്ക് നമ്മൾ ബസ്സിൽ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും സേഫ്റ്റി നോർത്ത് ഇന്ത്യയിൽ ഇല്ല ഡേഞ്ചറസ് യു കനോട്ട് ട്രാവൽ ആഫ്റ്റർ ലൈക്ക് സന്ധ്യാകാലം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടി ഒരു റിസ്ക് ആണ് പക്ഷേ എനിക്ക് തോന്നുന്നു പ്രമാദമായിട്ടുള്ള പല റേപ്പ് കേസുകളും സൗത്ത് ഇന്ത്യയിൽ രാത്രികാലങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് 9 മണിക്കും 10 മണിക്കും. പക്ഷേ ജാനു അത് പറയുന്നത് ജാനുവിന് ഭയങ്കര ജാനു ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളല്ലേ, പ്രത്യേകിച്ചും ഈ ഒരു മേക്കപ്പിന്റെ കാര്യങ്ങളിൽ എപ്പോഴും ഞാൻ ഇന്നലെ വിളിച്ചപ്പോഴും രാത്രിയിൽ മേക്കപ്പിലാണ്, ഏതൊരു ബ്രൈഡൽ ഷൂട്ടിന്റെ മേക്കപ്പ് എന്നോട് പറഞ്ഞു. അതുപോലെ തന്നെ 3 മണിക്ക് 4 മണിക്കൊക്കെ സഞ്ചരിക്കുന്നത് സേഫ് ആണെന്ന് പറയുന്നത് കേരളീയർക്ക് അത് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യക്ക് ഒരു വലിയ അഭിമാനമാണ്. കാരണം സൗത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള റേപ്പുകളൊക്കെ ഈ പറയപ്പെടുന്ന രാത്രികാലങ്ങളിൽ സംഭവിച്ചിരിക്കും. നോർത്ത് ഇന്ത്യ നല്ലതാണെന്ന് സേഫ് ആണെന്ന് ഞാൻ പറയില്ല. എപ്പാർട്ട് ഫ്രം എനിക്ക് മുംബൈ ഒഴിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. ബോംബെ നമ്മളെ വിചാരിക്കും ബോംബെയിലാണ് പേടി, പക്ഷെ ബോംബെ ഇസ് ദ മോസ്റ്റ് സേഫസ്റ്റ് ഫോർ വിമൻ. അത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഡൽഹി ഭയങ്കര നോർത്ത് ഈസ്റ്റ് ആണ് സേഫ്. നോർത്ത് ഈസ്റ്റിൽ നമുക്ക് അത്ര സംഭവം ഒന്നുമില്ല. കാരണം മാക്സിമം പീപ്പിൾ ആർ ദേ ആർ വെരി like pavam. What about your state or Assam? Like we are Guwahati is the like main hub of like 7 sisters. But after Guwahati like നമുക്ക് പാലക്കാടിലെ പോയിട്ടില്ല എങ്ങനെ തോന്നും സെയിം ഒരു വ്യത്യാസമില്ല. പേടി ഫീൽസ് അമ്മമാരി അത് അമ്പലത്തിൽ പോകുന്ന വൈറ്റ് ചന്ദനം ഇതാ വച്ചിട്ട് പിന്നെ സ്നേഹം അങ്ങനെയാണ്. ജാനുവിന്റെ ഒരു ഹോം തന്നെയാണ് കേരള. അതിനാണ് എനിക്ക് വീഴാൻ പറ്റില്ലത്. You fell in love with Kerala because of that only, അല്ലേ?